ഇപ്പോൾ 7 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും ബീഹാറും പശ്ചിമ ബംഗാളുമാണ്. വലിയ തോതിലുള്ള വയലൻസുകൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വലിയ സംസ്ഥാനങ്ങൾ. ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഈ ലോജിസ്റ്റിക്സ് കണക്കിലെടുക്കുമ്പോൾ ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് സുരക്ഷാ സേനയുടെ നീക്കം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം. 80 സീറ്റുകളാണ് ഉത്തർപ്രദേശിലുള്ളത്. ബീഹാറിൽ വരുമ്പോൾ 40 സീറ്റുകൾ, പശ്ചിമ ബംഗാളിൽ 42 സീറ്റുകൾ വരുന്നു. അപ്പോൾ ഇത്രയും വളരെ വലിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് വളരെ ദുർഘടം പിടിച്ച പരിപാടിയാണ്. അതായത് സുരക്ഷാ വിന്യാസം വേണം, പോളിംഗ് ഉദ്യോഗസ്ഥരെ എത്തിക്കുക എന്നുള്ള വലിയ കടമയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. ഇത് മറ്റ് കാര്യങ്ങളൊക്കെ അഭ്യൂഹങ്ങൾ BJPക്ക് സൗകര്യം എന്നൊക്കെ ഉള്ളത് വെറും അഭ്യൂഹങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവർ ഇതുവരെ പോയതായിട്ടുള്ള ചരിത്രമില്ല. പക്ഷേ എന്നാലും 1.5 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നു. 1951 തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് 51 പൊതു തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ഒക്ടോബർ മാസത്തിലാണ്. പോളിംഗ് അവസാനിച്ചത് ഫെബ്രുവരിയിലാണ്. 1952 ഫെബ്രുവരിയിലാണ് പോളിംഗ് അവസാനിച്ചത്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ അതൊരു പഴയ കാലം. അത് കഴിഞ്ഞ് പുതിയ യുഗത്തിലേക്ക് വരുന്നിട്ടും നമുക്ക് ഈ 1.5 മാസം എടുക്കുന്നു ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ എന്നുള്ള ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. അതും ഏറ്റവും വളരെ വേഗത്തിൽ ഉള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരക്ഷാ സന്നാഹങ്ങൾ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ നീക്കം, ഇതും അതോടൊപ്പം തന്നെ കാലാവസ്ഥ, പ്രാദേശികമായ വിഷയങ്ങൾ. ഇപ്പോൾ ബീഹാറിൽ നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 2 തരത്തിലാണ് അവിടെ 2 ഇതിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഒരു ദിവസം ആദ്യത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരു തീയതിയും മറ്റൊരു തീയതിയാണ് രണ്ടാമത്തേന് കാണിക്കുന്നത്. അതിന് അവർ പറഞ്ഞ കാരണം അവിടുത്തെ ആ മേഖലയിലെ പ്രാദേശികമായ ഉത്സവങ്ങൾ കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ പോലും അവർ പരിഗണിക്കാറുണ്ട് എന്നുള്ള വിഷയം നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഇവയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ.